2025 പരിഷ്കരിക്കപ്പെട്ട 10ാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകം പരിചയപ്പെടാം. ഈ പാഠപുസ്തകത്തിൽ 6 യൂണിറ്റുകളാണുള്ളത്. അവയിൽ ഒന്നാമത്തെ യൂണിറ്റ് ലിഗദിൻ അഫ്ളൽ, നല്ല നാളേക്ക് വേണ്ടി എന്നതാണ്. ഈ ഒന്നാമത്തെ യൂണിറ്റിൽ 4 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം അഗാനി റുആത്ത്, ആട്ടിടയന്മാരുടെ ഗാനങ്ങൾ എന്നൊരു മൻളൂമാണ്, ഒരു കവിതയാണ്. ആ കവിത പഠിക്കാം. അതിനു മുമ്പ് ഈ ഒരു പേജിൽ മിനസ് സഹറ ഇലൽ ഖദ്റ എന്നൊരു ആശയം ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. മരുഭൂമിയിൽ നിന്നും പച്ചപ്പിലേക്ക്. ഇനി പാഠഭാഗം എന്താണെന്ന് നോക്കാം. അഗാനി റുആത്ത്, ആട്ടിടയന്മാരുടെ ഗാനങ്ങൾ എന്നതാണ് ഈ കവിതയുടെ പേര്. അബുൽ ഖാസിം ഷാബി എന്ന കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അല്പം ദൈർഘ്യമുള്ള ഈ കവിതയിലെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കവിതയിൽ പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. കവിത എന്താണെന്ന് നോക്കാം. അഖ്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നാഇസ, ഉറങ്ങുന്ന ജീവിതങ്ങളെ പാട്ടുപാടി ഉണർത്തിക്കൊണ്ട് പ്രഭാതം ആഗതമായിരിക്കുന്നു. അഖ്ബല വന്നിരിക്കുന്നു, അസുബ്ഹു പ്രഭാതം, യുഗന്നി പാട്ടുപാടിക്കൊണ്ട്, ലിൽ ഹയാത്തിൻ നാഇസ ഉറങ്ങുന്ന ജീവിതങ്ങൾക്ക്. നാഇസ മീൻസ് നായിമ ഉറങ്ങുന്ന. വറുബ തഹ്ലുമു ഫീ ളില്ലിൽ ഗുസൂനിൽ മാഇസ, ചാഞ്ഞു കിടക്കുന്ന കമ്പുകളുടെ തണലിൽ കുന്നുകൾ സ്വപ്നം കാണുകയാണ്. റുബുവത്തും ജമ റുബ കുന്നുകൾ, തെല്ലും ജമാത്തിലാൽ. തഹ്ലുമു സ്വപ്നം കാണുന്നു, ഫീ ളില്ലി തണലിൽ, അൽ ഗുസൂനി കമ്പുകൾ, മരക്കൊമ്പിനാണ് ഗുസ്ന് എന്ന് പറയുക, ഗുസൂന്. അൽ മാഇസ മുത്തമായില ചാഞ്ഞു കിടക്കുന്ന. വസ്സബാ തുർക്കിസു ഔറാഖ സുഹൂരിൽ യാബിസ, കിഴക്ക് നിന്നും വീശിയടിക്കുന്ന പ്രഭാതത്തിലെ കാറ്റ് ഉണങ്ങിയ ഇലകളെ, പൂക്കളുടെ ഉണങ്ങിയ ഇലകളെ നൃത്തം ചെയ്യിക്കുന്നു. വസ്സബ കിഴക്കൻ കാറ്റ്, കിഴക്ക് നിന്നും വീശിയടിക്കുന്ന കാറ്റ്. തുർക്കിസു നൃത്തം ചെയ്യിക്കുന്നു, ഔറാഖ ഇലകളെ, ഔറാഖ സുഹൂർ പൂക്കളുടെ അല്ലെങ്കിൽ ചെടികളുടെ ഇലകളെ, അല്യാബിസ ഉണങ്ങിയ ഇലകളെ നൃത്തം ചെയ്യിക്കുന്നു. കാറ്റടിക്കുമ്പോൾ ഇല ഇളകുന്നത് നൃത്തം ചെയ്യുന്നതായിട്ട് തോന്നുകയാണ് കവിക്ക്. വതഹാദന്നൂറു ഫീ തിൽകൽ ഫിജാജി ദാമിസ, ഇരുട്ടുമൂടിയ ആ മലമ്പാതകളിൽ പ്രകാശം പരക്കുകയാണ്. വതഹാദന്നൂർ പ്രകാശം പരന്നു, ഫീ തിൽകൽ ഫിജാജ്, ഫജ്ജുൻ ജമ ഫിജാജ് മലമ്പാതകൾ, അൽ ഫിജാജി ദാമിസ ഇരുട്ടുമൂടിയ ആ മലമ്പാതകളിലൊക്കെ പ്രഭാതമായപ്പോൾ പ്രകാശം പരന്നു. അഖ്ബല സുബ്ഹു ജമീലൻ യംല ഉൽ ഉഫുഖ ബഹാഹു, ചക്രവാളങ്ങളിൽ തൻ്റെ സൗന്ദര്യം നിറച്ചുകൊണ്ട് സുന്ദരമായ പ്രഭാതം ആഗതമായിരിക്കുന്നു. അഖ്ബല സുബ്ഹു ജമീലൻ സുന്ദരമായ പ്രഭാതം ആഗതമായിരിക്കുന്നു. യംല ഉൽ ഉഫുഖ ചക്രവാളങ്ങളെ നിറച്ചുകൊണ്ട്, ബഹാഹു അതിൻ്റെ സൗന്ദര്യം, ബഹ മീൻസ് സൗന്ദര്യം, ഹു അതിൻ്റെ. ഫതമത്ത സഹറു വത്തൈറു വ അംവാജുൽ മിയാഹ്, കടലിലെ തിരമാലകളും പക്ഷികളും പൂക്കളും ചലിച്ചു തുടങ്ങി. തമത്ത തഹറക ചലിച്ചു, അസ്സഹറു പൂവും, വത്തൈറു പക്ഷിയും, വ അംവാജുൽ മിയാഹ് മാഉൻ ജമ മിയാഹ് വെള്ളം, വെള്ളത്തിലെ അംവാജ് മൗജുൻ ജമ അംവാജ് തിരമാലകൾ. ഖദ് അഫാഖൽ ആലമുൽ ഹയ്യു, ജീവനുള്ള ലോകം ഉണർന്നിരിക്കുന്നു. വഗന്നാലിൽ ഹയാത്തി, എന്നിട്ടത് ജീവിതത്തിന് വേണ്ടി പാട്ടുപാടാൻ തുടങ്ങി. പ്രഭാതമായപ്പോൾ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഉണർന്ന് തങ്ങളുടെ ജോലികളിലേക്ക് വ്യാപൃതരാവുകയാണ്. ഫഅഫീഖി യാ ഖിറാഫി, കവി പറയുകയാണ്, കവി താൻ സ്വയം ഒരു ആട്ടിടനായി സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ്. ഫഅഫീഖി യാ ഖിറാഫി, എൻ്റെ ആടുകളെ നിങ്ങളും ഉണരൂ. വഹലുമ്മി യാ ഷിയാഹ്, ആടുകളെ നിങ്ങൾ വരൂ. വത്ബഈനി യാ ഷിയാഹി, എൻ്റെ ആടുകളെ നിങ്ങൾ എന്നെ പിന്തുടരൂ. ബൈന അസ്റാബി തുയൂർ, പക്ഷിക്കൂട്ടങ്ങൾക്കിടയിലൂടെ. വംലഇ അൽവാദി സുഹാഅൻ, ഈ താഴ്വരയെ നിങ്ങൾ നിറക്കൂ. സുഹാഅൻ നിങ്ങളുടെ കരച്ചിലുകൾ കൊണ്ട്, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട്. സുഹാ ആടുകളുടെ ശബ്ദത്തിനാണ് സുഹാ എന്ന് പറയുക. വമിറാഹം വഹബൂർ, മിറാഹ് ഹുബൂർ സന്തോഷം, സആദത്ത് സുറൂർ ഒരേ അർത്ഥമാണ്. സന്തോഷം കൊണ്ടും നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ടും നിങ്ങൾ ഈ താഴ്വരയെ നിറക്കൂ. വസ്മഇ ഹംസ സവാഖി,
ജലചക്രങ്ങളുടെ വാട്ടർ വീൽസിൻ്റെ മർമ്മരങ്ങൾ മന്ത്രങ്ങൾ നിങ്ങൾ കേൾക്കൂ. വാട്ടർ വീൽസ് എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നൊരു യന്ത്രമാണത്. ഇതാണ് വാട്ടർ വീൽസ്. ഈ ചക്രം കറക്കിക്കൊണ്ട് വെള്ളത്തിനെ കൃഷിയിടത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അത് കറങ്ങുമ്പോഴുള്ള ആ ശബ്ദം നിങ്ങൾ കേൾക്കൂ. ഹംസ്, സ്വകാര്യം പറച്ചൽ, ചെറിയ ശബ്ദം, മന്ത്രം. വൻഷഖീഅത്തുറസ്സുഹൂർ, പൂക്കളുടെ സുഗന്ധം നിങ്ങൾ ആസ്വദിക്കൂ, നിങ്ങൾ വാസനിക്കൂ. നശിക്ക യൻഷഖു, ഇൻഷഖ് എന്ന് പറഞ്ഞു. ഇൻഷഖി, നിങ്ങൾ വാസനിക്കൂ. ഇത്രസുഹൂർ, പൂക്കളുടെ സുഗന്ധം. വല്ലുരിൽ വാദി, നിങ്ങൾ ഈ താഴ്വരയെ നോക്കൂ. യുഗശീഹിൽ ലബാബുൽ മുസ്തനീർ, പ്രകാശമുള്ള മേഘങ്ങൾ അതിനെ മൂടുകയാണ്. കവിതയിലെ വാക്കർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൽമൂൻ ഷീർ കൊടുത്തിരിക്കുന്നു. കവിതയുടെ ഉള്ളടക്കം, ഓരോ വരിയുടെയും ആശയം ഓരോ വരിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. നോക്കാം. ജാ അസുബുഹു, പ്രഭാതം വന്നു. വന്തശറല്ലോ, പ്രകാശം പരന്നു. വക അന്നഹു യുഗന്നി, അത് പാട്ടുപാടുന്നത് പോലെയുണ്ട് പ്രഭാതം. വയൂഖിലുൽ ഹയാത്തന്ന ഇമ, എന്നിട്ട് ഉറങ്ങുന്ന ജീവിതങ്ങളെ ഉണർത്തുന്നു. ഉറങ്ങുന്ന ജീവിതങ്ങളെ പാട്ടുപാടി ഉണർത്തുന്നത് പോലെയുണ്ട്. കാനത്തി തിലാലു ഹാദി അത്തൻ, കുന്നുകൾ ശാന്തമായിരുന്നു. ക അന്നഹ തഹലും, അത് സ്വപ്നം കാണുന്നത് പോലെയുണ്ട്. തഹത്തലിൽ അഹ്സാനിൽ മുത്തമായില, ചാഞ്ഞു കിടക്കുന്ന കൊമ്പുകളുടെ തണലിൽ സ്വപ്നം കാണുന്നത് പോലെയാണ് കുന്നുകളുടെ കിടപ്പ്. നസീമുസ് സ്വബാഹി, പ്രഭാതത്തിലുള്ള കാറ്റ്. യഹുസു ഔറാഖ സുഹൂരി, പൂക്കളുടെ ഇലകളെ ഇളക്കുന്നു. ഹസ് യഹുസു, ഇളക്കുക, ചലിപ്പിക്കുക. അസുഹൂരിൽ യാബിസ, ഉണങ്ങിയ പൂക്കളുടെ ഇലകളെ. ഫതതഹറക്കു, അപ്പോഴത് ചലിക്കുന്നു. ക അന്നഹ തർഖുസു, നൃത്തം ചെയ്യുന്നത് പോലെ. അഷിഅത്തുശംസി, സൂര്യൻ്റെ കിരണങ്ങൾ. തൻതശിറു, അത് പരക്കുന്നു. ഫയൽഹറുന്നൂറു, അപ്പോൾ പ്രകാശം ഉണ്ടാകുന്നു. ഫിൽ അർജാ ഇൽ മുദ്ലിമ, ഇരുട്ടുമൂടിയ ഭാഗങ്ങളിലൊക്കെ. യഅ്തി സ്വബാഹു, പ്രഭാതം വരുന്നു. ബി ബഹാഇഹി വ ജമാലിഹി, അതിൻ്റെ സൗന്ദര്യവും കൊണ്ട്. ബഹാ, ജമാല്, സൗന്ദര്യം. വയുസയ്യിനുൽ കൗന ബിൽ ജമാൽ, എന്നിട്ട് പ്രപഞ്ചത്തെ അതിൻ്റെ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കുന്നു. സയ്യന യുസയ്യനു, അലങ്കരിച്ചു. മഅ ശുറൂഖി ശംസി, സൂര്യോദയത്തോടെ. തഫത്തഹത്തിൽ അസ്ഹാർ, പൂക്കൾ വിരിഞ്ഞു. വഗറദത്തി തുയൂർ, പക്ഷികൾ പാട്ടുപാടി. വതറാഖസത്തിൽ അംവാജ്, തിരമാലകൾ നൃത്തമാടി. യഖൂലു ഷായിറു, കവി പറയുന്നു. ഇന്നൽ ആലമ കുല്ലഹു, ലോകം മുഴുവനും. ഇസ്തൈഖ്ല, ഉണർന്നിരിക്കുന്നു. വയുഗന്നി അഗാനിയൽ ഹയാത്തിൽ ജദീദ, പുതിയ ജീവിതത്തിൻ്റെ പാട്ടുകൾ പാടാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പുതിയ ജീവിതത്തിലേക്ക്, ജോലികളിലേക്ക് വ്യാപൃതരായിരിക്കുന്നു ഓരോരുത്തരും. യത്തുലുബ് റായി ആവശ്യപ്പെടുകയാണ്, ഈ ആട്ടിടയൻ ആവശ്യപ്പെടുകയാണ്. മിൻ ഗനമിഹി, തൻ്റെ ആടുകളോട്. അൻ തസ്തൈഖല, ഉണരാൻ. വതഖ്റുജ ഇലൽ മറായി, എന്നിട്ട് മേച്ചിൽ പുറങ്ങളിലേക്ക് പുറപ്പെടാൻ. മർഅ ജമ മറായി, മേച്ചിൽ സ്ഥലങ്ങൾ. തആലൈ മഈ, എൻ്റെ കൂടെ വരൂ. യാ ഷിയാഹി, എൻ്റെ ആടുകളെ. നസ്തംതിഉ ബിത്വബീഅത്തി, നമുക്ക് ഈ പ്രകൃതിയെ ആസ്വദിക്കാം. ഇസ്തംതഅ, ആസ്വദിച്ചു. മഅ അസ്റാബി തുയൂർ, പക്ഷിക്കൂട്ടങ്ങളോടൊപ്പം. യദ്ഉ റായി ക്ഷണിക്കുകയാണ്. ഗനമഹു, തൻ്റെ ആടുകളെ. ലി ഇഹ്യാ ഇൽ വാദി, ഈ താഴ്വരയെ ജീവിപ്പിക്കാൻ. ബി അസ്വാതിഹ, തങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട്. ഫതംതലി ഉൽ വാദി ഫർഹൻ വനശാത്തൻ, അപ്പോൾ താഴ്വര സന്തോഷം കൊണ്ടും ഉന്മേഷം കൊണ്ടും നിറയുന്നതാണ്. യാഷിയ, ആടുകളെ. നസ്തംതിഉ ബി സൗത്തി സവാഖി, ജലചക്രങ്ങളുടെ ശബ്ദങ്ങൾ കേട്ട് ആസ്വദിക്കാം. വനശുമ്മു ഇത്തറൽ അസ്ഹാർ, പൂക്കളുടെ സുഗന്ധം വാസനിക്കുകയും ചെയ്യാം. നെന്തുറു വനതമത്തഉ ബി ജമാലിൽ വാദി, താഴ്വരയുടെ ഭംഗിയെ നമുക്ക് നോക്കി ആസ്വദിക്കാം. വഖദ് ഖശാഹു സഹാബുൽ ഖഫീഫ്, നേർത്ത മേഘങ്ങൾ അതിനെ മൂടിയിരിക്കുന്നു. ഇതാണ് കവിതയുടെ ആശയം. ഇനി ഈ കവിത എഴുതിയിരിക്കുന്ന അബുൽ ഖാസിം ഷാബി ആരാണെന്ന് നോക്കാം. അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് അഷാബി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഷാഇറുൻ തൂനിസിയുൻ, ടുണീഷ്യക്കാരനായ ഒരു കവിയാണ്. ഉലിദ ബി ഖറിയത്തി ഷാബിയ, ഷാബിയ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് അബുൽ ഖാസിം അഷാബി എന്ന് പേര് വന്നത്. സനത്ത് 1909 മീലാദിയ, 1909 അദ്ദേഹം ജനിച്ചത്. ദറസ ഉലൂമഹുൽ ഊല, പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നേടി. ഫിൽ മദാരിസ് തഖ്ലീദിയ,
പരമ്പരാഗതമായിട്ടുള്ള അവിടുത്തെ സ്കൂളുകളിൽ നിന്നും. ഹഫിൽ ഖുർആന, അദ്ദേഹം ഖുർആൻ മനഃപ്പാടമാക്കിയിരിക്കുന്നു. ഫി ഉംരിഹി താസെ, 9-ാം വയസ്സിൽ. ദറസ ഫി കുല്ലിയത്തിൽ ഹുഖൂഖി തുനിസിയ, ടുണീഷ്യൻ ലോ കോളേജിൽ അദ്ദേഹം പഠിച്ചു. തറക്ക തുറാഹൻ ഫഹ്മത്തൻ മിന ശിഅരി, അദ്ദേഹം കവിതയിൽ വലിയൊരു മഹത്തായ ഒരു പൈതൃകം തന്നെ അവശേഷിപ്പിച്ചിരിക്കുന്നു. ഫി മുദ്ദത്തിൻ വജീസത്തിൻ, ചുരുങ്ങിയ കാലയളവിൽ. എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കുറച്ചു കാലമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ. എങ്കിലും ആ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ മികച്ച ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജുമഅത്ത് അഷ്ഹാറുഹു, അദ്ദേഹത്തിൻ്റെ കവിതകൾ ക്രോഡീകരിക്കപ്പെട്ടു. ഫി ദീവാനി അഗാനിൽ ഹയാത്തി, അഗാനിൽ ഹയാത്ത് എന്ന ദീവാനിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദീവാൻ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം, കുറേ കവിതകളെ ഒരുമിച്ച് കൂട്ടിയ പുസ്തകം, അതാണ് ദീവാൻ. വനുശറത്ത് ബഅദ വഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷമാണ് ഈ ദീവാൻ പബ്ലിഷ് ചെയ്യപ്പെട്ടത്, പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തുവഫിയ സനത്ത് 1934 മീലാദിയ, 1934 അദ്ദേഹം മരണപ്പെട്ടു. വ ഉംറുഹു ലം യതജാവസ് 25 ആമൻ, അദ്ദേഹത്തിൻ്റെ പ്രായം 25 വയസ്സ് തികഞ്ഞിരുന്നില്ല മരണപ്പെടുമ്പോൾ. ഇനി ഈ പാഠത്തിലുള്ള തംരീനാത്ത് നോക്കാം. നുറാജി ഉൽ മൻലൂമ, കവിത നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. നുറാജിയോ, റിവൈസ് ചെയ്യാം. വനുജീബു, എന്നിട്ട് ഉത്തരം എഴുതാം. കുറേ ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവയുടെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം കൈഫ അഖ്ബല സുബ്ഹ് എന്നതാണ്. കൈഫ, എങ്ങനെയാണ് അഖ്ബല സുബ്ഹ്, പ്രഭാതം വന്നത്? അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ വരിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പാട്ടുപാടിക്കൊണ്ടാണ് പ്രഭാതം ആഗതമായത്. അതെങ്ങനെ ഉത്തരം എഴുതാം? ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യം എങ്ങനെയാണോ ഉള്ളത് അതേ രൂപത്തിലായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. ഇവിടെ കൈഫ എന്ന ചോദ്യത്തിൻ്റെ വാക്ക് ഒഴിവാക്കി കളയുക, എന്നിട്ട് ഉത്തരം എഴുതി തുടങ്ങാം. അഖ്ബല സുബ്ഹു, പ്രഭാതം വന്നു. യുഗന്നി, പാട്ടുപാടിക്കൊണ്ട്. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം മൻ തഹലുമു തഹത്തൽ അഗസാനി, കൊമ്പുകൾക്ക് താഴെ ആരാണ് സ്വപ്നം കാണുന്നത് എന്നാണ്. അതിൻ്റെ ഉത്തരം എവിടെയാണുള്ളത് എന്ന് നോക്കാം. വറുബ തഹലുമു ഫീ ലില്ലിൽ ഓസോനി, ഈ വരിയിലാണ് ഉത്തരമുള്ളത്. എന്നാൽ ഈ വരി തന്നെ ഉത്തരമായിട്ട് എഴുതരുത്. ഇതിൽ നിന്നും ഉത്തരം കണ്ടെത്തി എങ്ങനെയാണോ ചോദ്യമുള്ളത് അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. എങ്ങനെ ഉത്തരം എഴുതുമെന്ന് നോക്കാം. ഇവിടെ ചോദ്യത്തിൻ്റെ വാക്കായ മൻ എന്നത് കളയുക, അതിനുശേഷം ഉത്തരം എഴുതുക. സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ ഉത്തരത്തിൽ ആവശ്യമാണ്. ഉത്തരം അൽ അത്ലാലു തഹലുമു തഹത്തൽ അഗ്സാൻ, കുന്നുകളാണ് കൊമ്പുകൾക്കടിയിൽ സ്വപ്നം കാണുന്നത്. ഇതാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം കൈഫ തുറ ഔറാഖു സുഹൂർ, സുഹൂറിൻ്റെ ഇലകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? എങ്ങനെയായിരുന്നു കാണപ്പെട്ടത്? വസ്സബ തുർക്കിസു ഔറാഖ സുഹൂർ, കാറ്റ് ഇലകളെ ഡാൻസ് ചെയ്യിപ്പിച്ചിരുന്നു എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? തുറ ഔറാഖു സുഹൂർ, പൂക്കളുടെ ഇലകൾ കാണപ്പെടുന്നു. ക അന്നഹ തർക്കുസു, അത് നൃത്തം ചെയ്യുന്നത് പോലെ. ക അന്നഹ പോലെ, തർക്കുസു നൃത്തം ചെയ്യുന്നത് പോലെ കാണപ്പെട്ടു. നാലാമത്തെ ചോദ്യം ഐന യൻഷുറു സുബ്ഹു നൂറഹു, പ്രഭാതം എവിടെയാണ് അതിൻ്റെ പ്രകാശത്തെ യൻഷുറു പരത്തുന്നത്? പ്രഭാതം എവിടെയാണ് പ്രകാശം പരത്തുന്നത്? എവിടെയായിരുന്നു പ്രകാശം പരത്തിയിരുന്നത്? മലമ്പാതകളിലാണ്. അതെങ്ങനെ എഴുതാം? യൻഷുറു സുബ്ഹു നൂറഹു ഫിൽ ഫിജാജിൽ മുദ്ലിമ, യൻഷുറു സുബ്ഹു പ്രഭാതം പരത്തുന്നു, നൂറഹു അതിൻ്റെ പ്രകാശം, ഫിൽ ഫിജാജിൽ മുദ്ലിമ ഇരുട്ടുമൂടിയ മലമ്പാതകളിൽ. ഇവിടെ ഐന എന്നുള്ള ചോദ്യത്തിൻ്റെ വാക്ക് ഒഴിവാക്കിയതിന് ശേഷം ആ സെൻറ്റൻസ് മുഴുവനായിട്ടും എഴുതുക, അതിന് ശേഷം ഉത്തരം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം മൻ യതഗന്നാബി ഉൻഷൂദത്തിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ഉൻഷൂദത്ത് ഗാനം ആരാണ് പാടുന്നത്? ആരായിരുന്നു? പ്രഭാതമാണ് പാടുന്നത്. ഉത്തരം അസ്സുബ്ഹു യതഗന്ന, പ്രഭാതമാണ് പാടുന്നത്. ബി ഉൻഷൂദത്തിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ഗാനം. മൻ യുനാദീഹി ഷായറു, ഷായർ ആരെയാണ് വിളിക്കുന്നത്? ഇവിടെ ഷായർ കവിതയിൽ ആട്ടിടയനാണ്, റായിയാണ്. അപ്പോൾ റായി ആരെയാണ് വിളിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. റായി ആടുകളെയാണ് വിളിക്കുന്നത് നമ്മൾ കവിതയിൽ കണ്ടത്. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതാം? യുനാദി ഷായിറു ഖിറാഫഹു, അല്ലെങ്കിൽ യുനാദി റായി ഖിറാഫഹു, ഷായിർ തൻ്റെ
ആടുകളെയാണ് വിളിക്കുന്നത്. ഖറൂഫ് ജമ് ഖിറാഫ്. അടുത്ത ചോദ്യം, മാതാ യത്ലുബു ഷാഇറു മിന ശിയാഹ്. ഷാഇർ ആടുകളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? അതായത് ആട്ടിടയൻ ആടുകളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? ഉണരാനും ഉണർന്ന് മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകാനുമാണ്. അതെങ്ങനെ എഴുതാം? യത്ലുബു റാഇ മിന ശിയാഹി. ഈ ചോദ്യത്തിലുള്ള മാത എന്നുള്ളത് ഒഴിവാക്കി ബാക്കി മുഴുവൻ അതേ രൂപത്തിൽ എഴുതുക. യത്ലുബു ഷാഇറു മിന ശിയാഹി. ഇവിടെ ഷായിറാണ് ചോദ്യത്തിലുള്ളത്, ഉത്തരത്തിലും ഷായിർ തന്നെ എഴുതാം. യത്ലുബു ഷാഇറു മിന ശിയാഹി. കവി ഷിയാഹിനോട് ആടുകളോട് ആവശ്യപ്പെടുന്നു അൻ തസ്തൈഖിള ഉണരാൻ, വ തഖ്റുജ ഇലൽ മറാഇ എന്നിട്ട് മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകാൻ. മാതാ യംതലിഉ ഫിൽ വാദി. വാദിയിൽ താഴ്വര എന്താണ് നിറയുന്നത്? യംതലിഉ ഫിൽ വാദി. വാദിയിൽ നിറയുന്നു അൽ ഫറഹു വൻ നശാത്ത്, സന്തോഷവും ഉന്മേഷവും. ഇങ്ങനെ ഉത്തരങ്ങൾ എഴുതുക. അടുത്ത തമ്രീൻ, നുഇദ്ദു മുദക്കിറത്തൻ അൻ ജമാലി ത്വബീഅത്തി ഫീ ഖറിയത്തിന. നമ്മുടെ ഗ്രാമത്തിലെ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചൊരു മുദക്കിറത്ത്, ഒരു കുറിപ്പ് തയ്യാറാക്കാം. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, മുദക്കിറത്തൻ ഒരു കുറിപ്പ്, അൻ ജമാലി ത്വബിയ ത്വബിയത്ത് പ്രകൃതിയുടെ ജമാൽ സൗന്ദര്യത്തെക്കുറിച്ച്, ഭംഗിയെക്കുറിച്ച്, ഫി ഖറിയത്തിന നമ്മുടെ ഗ്രാമത്തിലെ. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കുക. ഒരു മോഡൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ഖറിയത്തുന സഗീറത്തുൻ. ഞങ്ങളുടെ ഗ്രാമം ചെറിയതാണ്. ത്വബീഅത്തുഹ ജമീല. അവിടെയുള്ള പ്രകൃതി ജമീലത്താണ്, മനോഹരമായതാണ്. ഫിഹ മനാളിറു റാഇഅത്തുൻ കസീറത്തുൻ. അവിടെ ധാരാളം ആകർഷകമായ കാഴ്ചകളുണ്ട്. മനാളിർ കാഴ്ചകൾ. ഫി സ്വബാഹി പ്രഭാതത്തിൽ നസ്തേഖ്ലു അല സൗത്തി തുയൂർ. പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ ഉണരുന്നു. നസ്തേഖ്ലു ഞങ്ങൾ ഉണരുന്നു, അല സൗത്തി തുയൂർ പക്ഷികളുടെ ശബ്ദം കേട്ട്. വൈദാ നളർന ഇലൽ ബഈദ്. ഞങ്ങൾ വിദൂരതയിലേക്ക് നോക്കിയാൽ നറ ശുറൂഖ ശംസി. സൂര്യോദയം കാണാൻ കഴിയും. ഖിലാലിൽ ജിബാലിൽ മുർത്തഫിയ. ഉയർന്നു നിൽക്കുന്ന മലകൾക്കിടയിലൂടെ. വഹുവ മൻലറുൻ ജമീലുൻ. അതൊരു മനോഹരമായ കാഴ്ചയാണ്. വഫി ഖറിയത്തിന അസ്ജാറുൻ കസീറ. ഞങ്ങളുടെ ഗ്രാമത്തിൽ ധാരാളം മരങ്ങളുണ്ട്. തസ്കുൻ അലൈഹ തുയൂറുൻ മുഖ്തലിഫ. വിവിധയിനം പക്ഷികൾ ആ മരങ്ങളുടെ മേൽ താമസിക്കുന്നു. വഹുനാക ജദാവിലു. അവിടെ അരുവികളുണ്ട്. തജ്രി ബൈനൽ അസ്ജാരി വൽ ഹുഖൂലി വൽ ഹദായിഖ്. തോട്ടങ്ങൾക്കും വയലുകൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ ഒഴുകുന്ന അരുവികൾ അവിടെയുണ്ട്. തസീലു ഫിഹ മാ ഉൻ സാഫിൻ. അതിൽ ശുദ്ധമായ വെള്ളം, തെളിഞ്ഞ വെള്ളം ഒഴുകുന്നു. തന്മു ബിമിയാഹിഹ അൽ ഖദറാവാത്തു അൽ ഫവാഖിഹു. അതിലെ വെള്ളം കൊണ്ട് പച്ചക്കറികളും പഴങ്ങളും വളരുന്നു. വ മനാദിറു സുഹൂരിൽ മുത്തനവ്യത്തിൽ ജമീലത്തു യുസിറു അയുനന. വ മനാദിറു സുഹൂരിൽ മുത്തനവ്യ. വിവിധയിനം പൂക്കളുടെ കാഴ്ചകൾ. അൽ മനാദിറുൽ ജമീല. വിവിധയിനം പൂക്കളുടെ ഭംഗിയുള്ള കാഴ്ചകൾ. യുസിറു അയുനന. നമ്മുടെ കണ്ണുകളെ സന്തോഷിപ്പിക്കുന്നു. വനഈഷു ഫി ഹാദിഹിൽ ഖറിയത്തി. ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. മഅൽ ഹുബ്ബി വസ്സഅദ. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും. ഇനി അടുത്ത തമ്രീൻ, നുറാജി വൽ മൻലൂമ. നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം, റിവൈസ് ചെയ്ത് നോക്കാം. വനഖ്താറു സത്റൻ യദുല്ലു അല. എന്നിട്ട് സത്ർ വരി കണ്ടെത്താം, വരി സെലക്ട് ചെയ്യാം. യദുല്ലു അല ബിദായത്തി യൗമിൻ ജദീദിൻ. പുതിയ ദിവസം തുടങ്ങുന്നതിനെ കുറിച്ച് അറിയിക്കുന്ന. യദുല്ലു മീൻസ് അറിയിക്കുക. എന്തിനെക്കുറിച്ച് അറിയിക്കുന്ന വരിയാണ് കണ്ടെത്തേണ്ടത്? ബിദായത്തി യൗമിൻ ജദീദിൻ. ബിദായത്തി എന്നാണ് വേണ്ടത്. യദുല്ലു അല ബിദായത്തി. പുതിയൊരു ദിവസം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വരി. അത് കവിതയിൽ എവിടെയാണുള്ളത് എന്ന് നോക്കാം. അഖ്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നായിമ. അഖ്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നായിമ. ഇത് തന്നെയാണ് ആ വരി. അല റിയാഹി സബാഹ്. പ്രഭാതത്തിലെ കാറ്റിനെ കുറിച്ച് പറയുന്ന വരി ഏതാണ്? വസ്സബാ തുർക്കിസു എന്നുള്ള വരിയാണ്. അതേപോലെ അല ഇൻതിശാരി നൂർ. പ്രകാശം പരക്കുന്നതിനെ കുറിച്ചുള്ള വരി. വതഹാദൻ നൂർ ഫീ തിൽക്കൽ ഫിജാജി താമിസ. ഈ വരിയാണ് പ്രകാശം പരക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. വ അല തഗ്രീദി തുയൂർ. പക്ഷികൾ പാട്ടുപാടുന്നതിനെ കുറിച്ച് പറയുന്ന വരി ഏതാണ്? ഫതമത്തു സഹ്റു വത്തുയ്റു എന്നുള്ള വരിയാണ്.
പക്ഷിയും പൂക്കളുമൊക്കെ ചലിച്ചു തുടങ്ങി. മീൻസ് പക്ഷികൾ പാട്ടുപാടാനും പൂക്കൾ വിടരാനും ഒക്കെ തുടങ്ങി. അലാ സൗത്ത് ഷിയാഹ്, ആടുകളുടെ ശബ്ദത്തിനെ മേൽ അറിയിക്കുന്ന വരി ഏതാണ്? വംല ഇൽ വാദി സുഹാ അൻ, സുഹാ ആടുകളുടെ ശബ്ദം, അത് നിങ്ങൾ നിറക്കുക താഴ്വരയിൽ എന്നുള്ള വരിയാണ്. അതേപോലെ അലാ റായിഹത്ത് സുഹൂർ, പൂക്കളുടെ റായിഹത്ത് സുഗന്ധം ഏത് വരിയിലാണുള്ളത്? വൻ ഷഖീ തുറസുഹൂർ, പൂക്കളുടെ സുഗന്ധം നിങ്ങൾ വാസനിക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠത്തിൽ ഉള്ളത്. അടുത്ത പാഠം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം.